ഒൻപതാം ക്ലാസ്സിൻ്റെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജീവശാസ്ത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബയോളജി എന്നത് ജീവൻ്റെ ശാസ്ത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഊർജത്തിൻ്റെ ഉൽപ്പാദനം, ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി. ഈ ഊർജത്തിൻ്റെ ഉൽപ്പാദനം എങ്ങനെയായിരുന്നു എന്നാണ് ആദ്യ പാഠങ്ങളിൽ നാം പഠിച്ചത്. നമുക്കറിയാം, ഫസ്റ്റ് ചാപ്റ്ററിൽ പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് മെറ്റീരിയൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോട്ടോസിന്തസിസ്. തുടർന്ന് അടുത്ത പാഠത്തിലേക്ക് വരുമ്പോൾ ഈ നിർമ്മിച്ചു വെച്ച ഈ ഭക്ഷണം, ഈ ഫുഡ് മെറ്റീരിയൽസ് ആനിമൽസിലേക്ക്, ജന്തുക്കളിലേക്ക് എത്തിയതിനു ശേഷം അതിൻ്റെ ബ്രേക്ക് ഡൗൺ, അതിൻ്റെ ഘടകങ്ങളൊക്കെ വേർതിരിയുന്നതൊക്കെ പഠിച്ചു. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ സംഭവിച്ച ഈ മെറ്റീരിയൽസ് എങ്ങനെയാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സർക്കുലേറ്ററി സിസ്റ്റത്തിലൂടെ, രക്തപര്യന വ്യവസ്ഥയിലൂടെ നാം അത് കണ്ടതാണ്. നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യം COVID-19 എന്ന ആ രോഗം, അതൊരു മഹാമാരി പോലെ സമൂഹത്തെ മുഴുവനും വ്യാപിച്ച് അതങ്ങനെ പടർന്നു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്കറിയാം, നിങ്ങളെല്ലാവരും തന്നെ വീടുകളിൽ സുരക്ഷിതരായിക്കൊണ്ട്, സാമൂഹിക അകലം പാലിച്ചുകൊണ്ട്, മാസ്ക് ധരിച്ചുകൊണ്ട് ഒക്കെ നിങ്ങൾ വീടിനുള്ളിൽ തന്നെ കഴിയുകയാണ്. തീർച്ചയായും ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ നാം അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. അത്തരത്തിൽ നിങ്ങൾ സ്കൂളുകളിലേക്ക് എത്തിച്ചേരുകയും സ്കൂളുകളിലെ വിവിധങ്ങളാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുകയും ചെയ്യും. അത്തരമൊരു പാഠ്യപ്രവർത്തനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. സ്പോർട്സ് എന്ന ഒരു പാഠ്യേതര പ്രവർത്തനമുണ്ട്. നല്ല ഊർജം വേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഊർജ്ജത്തോടെ നമുക്ക് നാലാമത്തെ പാഠത്തിലേക്ക് കടക്കാം. ഊർജത്തിനായി ശ്വസിക്കാം, ബ്രീത്തിങ് ഫോർ എനർജി. ആ പാഠത്തിലേക്ക് നാം കടന്നു പോകുന്നത് നമ്മളെ ഒക്കെ വളരെ ത്രസിപ്പിക്കുന്ന ലോക ഇതിഹാസമായ ഒരു താരമുണ്ട്, സ്പോർട്സിലെ തന്നെ അത്ലറ്റായ ഒരു താരം. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്, ഉസൈൻ ബോൾട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ആ വീഡിയോ ദൃശ്യത്തിലേക്ക്. ശരി, എല്ലാവരും വീഡിയോ കണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്കതിൻ്റെ ആ ഓരോ നിമിഷങ്ങളും വളരെ ത്രസിപ്പിക്കുന്നതാണ്. അതിൻ്റെ ആ തുടക്കത്തിൽ അല്പം വേഗത കുറഞ്ഞാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ഒരു പകുതി കഴിയുമ്പോൾ അദ്ദേഹം വേഗത കൂട്ടുക. നമ്മൾ പലപ്പോഴും പിന്നിലാണ് എന്നതുകൊണ്ട് നമുക്ക് പിന്നീട് മുന്നിലേക്ക് എത്താൻ എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ. ഈ പാഠത്തിലേക്ക് കടക്കുന്നത് മറ്റൊരു ചോദ്യത്തോടെയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഓടിക്കഴിയുമ്പോൾ സാധാരണഗതിയിൽ കിതയ്ക്കുക? ഇതിന് സമാനമായ ഒരു പ്രശ്നം ഈ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിലുണ്ട്. ദീർഘമായി ശ്വസിക്കുവാൻ അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. ദീർഘമായി ശ്വസിച്ചാൽ, when we take a deep breath, the energy will increase.
ഗാഢമായി ശ്വസിച്ചാൽ ഊർജം കൂടും. എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ഊഹം, അതിൻ്റെ ഒരു നിങ്ങളുടെ ഊഹം ഒന്ന് സയൻസ് ഡയറിയിലേക്കൊന്ന് കുറിക്കുക. എല്ലാവരും ഒന്ന് കുറിക്കണം കേട്ടോ. ആ ഊഹം എന്താണ്? ഇത്തരത്തിൽ ഗാഢമായി ശ്വസിച്ചാലോ അല്ലെങ്കിൽ കിതയ്ക്കുകയോ ചെയ്യുന്നത് വഴി ഊർജം കൂടുന്നു. ഇതിൻ്റെ നിങ്ങളുടെ ഊഹം രേഖപ്പെടുത്തുക. ശരി, എല്ലാവരും ഊഹം രേഖപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ ചില ആളുകൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കതിലേക്ക് എത്താനായിട്ട് കഴിയും. ഊർജം ഉൽപ്പാദനം നടക്കുന്നത് കോശങ്ങളിലാണ്. ലഘു പോഷക ഘടകങ്ങളോടൊപ്പം ശരീരത്തിൽ എത്തിച്ചേരുന്ന ഓക്സിജൻ്റെയും സഹായത്തോടെയാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുക. എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സെൽസ്. ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ആർ എസെൻഷ്യൽ ഫോർ മേക്കിംഗ് എനർജി ഇൻ സെൽസ്. അതാണ് ഈ പാഠത്തിൻ്റെ കണ്ടൻറ്റ്. ഈ ശ്വസനത്തിന് വേണ്ടി, ഈ ഓക്സിജൻ എത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. എന്താണെന്ന് പറയാമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. യെസ്, റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന വ്യവസ്ഥ. നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സംവിധാനമാണ് ശ്വസന വ്യവസ്ഥ, റെസ്പിറേറ്ററി സിസ്റ്റം. ഈ ശ്വസന വ്യവസ്ഥയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട, റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പാർട്സ് ഒന്ന് സയൻസ് ഡയറിയിലേക്കൊന്ന് കുറിക്കണം. ലിസ്റ്റ് ഔട്ട് ദ പാർട്സ് ഇൻ യുവർ സയൻസ് ഡയറി. അറിയാവുന്ന ഭാഗങ്ങളൊന്ന് സയൻസ് ഡയറിയിലേക്ക് കുറിക്കുക. ശരി, ചില ആളുകൾക്ക് ഒരുപക്ഷെ ഓർമ്മ ഉണ്ടാവണമെന്നില്ല, സാരമില്ല. നമുക്ക് ഒരു ടേബിൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ ടേബിളിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. അതിൻ്റെ ആദ്യ ഭാഗത്തിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് എഴുതാനുള്ള ഭാഗമുണ്ട്. അതിൻ്റെ അടുത്ത കോളത്തിൽ അതിൻ്റെ ഫങ്ഷൻസ് എഴുതാനുള്ള, അതിൻ്റെ ധർമ്മം എഴുതാനായിട്ടുള്ള കോളമുണ്ട്. ഈ കോളം നിങ്ങൾ സയൻസ് ഡയറിയിലേക്കൊന്ന് വരച്ചു വയ്ക്കുക. ഈ സയൻസ് ഡയറിയിലേക്ക് എഴുതാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ സശ്രദ്ധം വീക്ഷിച്ച് ആ വീഡിയോയിൽ പറയുന്നതനുസരിച്ച് ഈ പട്ടിക നിങ്ങളൊന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കണം. ആ വീഡിയോയിലേക്ക് കടക്കാം. മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥ. ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഗ്ലൂക്കോസിനെ അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന ഓക്സിജൻ വിഘടിപ്പിച്ചാണ് ശാരീരിക പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. എങ്ങനെയാണ് അന്തരീക്ഷത്തിലെ ഓക്സിജൻ ശരീരകോശങ്ങളിൽ എത്തുന്നത്? ശ്വസന വ്യവസ്ഥയാണ് അനസ്യൂതം ഊർജ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത്. ശ്വസന വ്യവസ്ഥ ആരംഭിക്കുന്നത് മൂക്കിലെ നാസാരന്ധ്രങ്ങൾ എന്ന സുഷിരങ്ങളിലൂടെയാണ്. ഇവിടെയുള്ള സൂക്ഷ്മരോമങ്ങളും ശ്ലേഷ്മവും വായുവിനൊപ്പം ഉള്ളിലേക്ക് കിടക്കുന്ന പൊടിപടലങ്ങളെയും രോഗാണുക്കളെയും ഒരു പരിധിവരെ തടയും. നാസാരന്ധ്രങ്ങളെ തുടർന്നുള്ള നാസഗഹ്വരം എന്ന അറ ഗ്രസനി എന്ന ഭാഗത്തേക്ക് തുറക്കുന്നു. ഗ്രസനിയിൽ നിന്നാണ് ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത്. ഗ്രസനിയെയും ശ്വാസകോശത്തെയും ബന്ധിപ്പിക്കുന്ന കുഴലാണ് ശ്വാസനാളം. ഇതിൻ്റെ തുടക്കത്തിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന സ്വനപേടകം ഉണ്ട്. ഇതിനു മുകളിലുള്ള ക്ലോമപിധാനം ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്നു. ശ്വാസനാളത്തിൻ്റെ ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്ഥി നിർമ്മിതമായ അപൂർണ വലയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു. ഇതിനുള്ളിലെ ശ്ലേഷ്മവും സീലിയകളും അന്യവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ശ്വാസനാളം 2 ശ്വസനികളായി പിരിഞ്ഞ്
2 ശ്വാസകോശങ്ങളിലേക്കും പ്രവേശിക്കുന്നു. ഓരോ ശ്വസനിയും വീണ്ടും ശ്വസനികകളായി പിരിയുന്നു. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പ്ലൂറാ സ്തരത്തിനുള്ളിലെ പ്ലൂറാ ദ്രവം ശ്വാസകോശം വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന കർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓരോ ശ്വസനികയും ഓരോ വായു അറകളിൽ പ്രവേശിക്കുന്നു. വായു അറകളെ പൊതിഞ്ഞ് ധാരാളം അതിസൂക്ഷ്മ രക്തക്കുഴലുകൾ ഉണ്ട്. വായു അറകൾ ശ്വാസകോശങ്ങളുടെ പ്രതല വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ടോ എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപക്ഷെ വേഗമായതുകൊണ്ട് എഴുതാൻ കഴിഞ്ഞു എന്നുണ്ടാവില്ല. അതുകൊണ്ട് ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഈ പട്ടിക പൂർത്തിയാക്കണം. ശരി, നമ്മൾ ശ്വസന വ്യവസ്ഥയിലേക്ക് കടക്കുകയാണ്. ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ തുടക്കം ഒന്നാമത് എന്നത് നമ്മുടെ മൂക്കിൽ നിന്നുമാണ്. ഫസ്റ്റ് പാർട്ട് ഈസ് നോസ്ട്രിൽ. ആദ്യ ഭാഗത്തിൻ്റെ പേരാണ് നാസാരന്ധ്രം. ദ ബിഗിനിങ് പാർട്സ് ഓഫ് എ റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് നോസ്ട്രിൽ. നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ നാസാരന്ധ്രത്തിന് ശേഷം, ഈ നോസ്ട്രിലിന് ശേഷം ചെറിയ ചെറിയ ഹെയർസ് ഉണ്ട്, രോമങ്ങളുണ്ട്. എന്താ ഈ രോമങ്ങൾ കൊണ്ടുള്ള പ്രയോജനം? നമുക്കറിയാം, ഈ ചുറ്റുമുള്ള പൊടിപടലങ്ങളൊക്കെ നമ്മുടെ മൂക്കിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ ഈ പൊടിപടലങ്ങളെ, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ നമ്മുടെ ഹെയർസ് എന്ത് ചെയ്യും? തടയും. ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് നോസ്ട്രലിന് ശേഷമുള്ള രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പാർട്ടിൻ്റെ പേരാണ് നേസൽ ക്യാവിറ്റി, നാസാഗഹ്വരം. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണും. എന്താണ് നാസാഗഹ്വരം? ഒരു ഗുഹയെന്നൊക്കെ ഒരു ധ്വനി അതിൽ നമുക്ക് തോന്നിയേക്കാം. നാസാഗഹ്വരം അതൊരു അറയാണ്, ഒരു ക്യാവിറ്റിയാണ്. നാസാരന്ധ്രമായ നോസ്ട്രിലിനും അതിൻ്റെ മൂന്നാമത്തെ ഭാഗമായ ഫാരിങ്സ്, ഗ്രസനിക്കും ഇടയിൽ കാണുന്ന ഒരു ക്യാവിറ്റിയാണ് നേസൽ ക്യാവിറ്റി. അപ്പോൾ ഇതൊരു കണക്ഷൻ ആയിട്ട് പറയാം. ഏതിൻ്റെയൊക്കെ? നോസ്ട്രിലിൻ്റെയും ഫാരിങ്സ്, ഗ്രസനി. ഗ്രസനിയുടെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഫാരിങ്സ്. നോസ്ട്രിലിനും ഫാരിങ്സ് അല്ലെങ്കിൽ ഗ്രസനിക്കും ഇടയിലുള്ള സ്ഥലമാണ് നേസൽ ക്യാവിറ്റി. ഈ നേസൽ ക്യാവിറ്റിയിലൂടെ എയർ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ എയർ ചൂട് പിടിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ട് കാണും, മൂക്കിന് ക്ഷതം പറ്റിയാൽ ധാരാളമായി രക്തം നഷ്ടപ്പെടാറുണ്ട്. കാരണം ഈ നേസൽ ക്യാവിറ്റിയിൽ ധാരാളം ബ്ലഡ് ക്യാപ്പിലറീസ് ഉണ്ട്, രക്തലോമികകളുള്ളതുകൊണ്ടാണ്. ഈ ഗ്രസനിക്ക് ശേഷമുള്ള ഭാഗമാണ് ശ്വാസനാളം, ഇംഗ്ലീഷിൽ ട്രക്കിയ. ട്രക്കിയ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ ചിത്രം നിങ്ങൾക്കിവിടെ കാണാം. സി ആകൃതിയിലുള്ള കാർട്ടിലേജ്, തരുണാസ്ഥികൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സി ആകൃതിയിൽ ഒന്നിന് പുറകെ താഴെ താഴെ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്? അത് ഓപ്പൺ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ട്രക്കിയ എപ്പോഴും ഓപ്പൺ ചെയ്ത് നിൽക്കണം. അതിനാണ് ഈ സി ഷേപ്പിഡിലുള്ള കാർട്ടിലേജസ് അല്ലെങ്കിൽ തരുണാസ്ഥികൾ സഹായിക്കുക. ഈ തരുണാസ്ഥികൾ ഇങ്ങനെ സി ആകൃതിയിൽ താഴേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ശ്വാസനാളത്തിൻ്റെ ട്രക്കിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് സി ഷേപ്പിലുള്ള, സി ആകൃതിയിലുള്ള കാർട്ടിലേജസ്, തരുണാസ്ഥികൾ. ഇനി ഈ ശ്വാസനാളം താഴേക്ക് വരുമ്പോൾ, ട്രക്കിയ താഴേക്ക് വരുമ്പോൾ അത് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിയുന്നുണ്ട്. അതിൻ്റെ ഒരു മാതൃക നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു മാതൃകയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതാണ് ആ ട്രക്കിയ, ശ്വാസനാളം. ഇതിലാണ് സി ആകൃതിയിലുള്ള ഈ കാർട്ടിലേജസ്, തരുണാസ്ഥികൾ ഉണ്ട് എന്ന് പറഞ്ഞു. താഴേക്ക് നോക്കിയാൽ കാണാം, രണ്ട് ശാഖകളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്.
ട്രക്കിയ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ബ്രാഞ്ചസ്. ആ ബ്രാഞ്ചിൻ്റെ പേരാണ് ബ്രോങ്കസ്, മലയാളത്തിൽ ശ്വസനി. ഇതിൻ്റെ പേര് ബ്രോങ്കസ് അല്ലെങ്കിൽ ശ്വസനി. 2 ശ്വസനികളുണ്ട്, 2 ബ്രോങ്കസ് ഉണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ ട്രക്കിയയുമായിട്ട് സാദൃശ്യമുള്ളതാണ്. ദ സ്ട്രക്ചർ ഓഫ് ബ്രോങ്കസ് ഈസ് സിമിലർ ടു ട്രക്കിയ. ഏത് കാര്യത്തിലാണ്? ഇവിടെയും സി ഷേപ്പിലുള്ള കാർട്ടിലേജസ് ഉണ്ട്, സി ആകൃതിയിലുള്ള തരുണാസ്ഥികളുണ്ട്. ഈ ശ്വസനിയിലും സി ഷേപ്പിലുള്ള തരുണ അസ്ഥികളുണ്ട്. അപ്പോൾ ട്രക്കിയ ഡിവൈഡഡ് ഇൻ ടു 2, രണ്ടിലും എന്ത് കാണാം? സി ആകൃതിയിലുള്ള തരുണാസ്ഥികൾ, കാർട്ടിലേജസ് കാണാം. ഇതിനെ തുടർന്ന് കാണുന്ന അടുത്ത ഭാഗമാണ് ശ്വസനികൾ. ഞാനിത് നമുക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായതുകൊണ്ടാണ് ഇത്തരം ഉദാഹരണങ്ങൾ ഉപയോഗിക്കുന്നത്. ശരി, നമുക്കതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. ഈ ബ്രോങ്കസ് വീണ്ടും പല പല ശാഖകളായി തിരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ശാഖകളുണ്ട്. ഇപ്പോൾ ചെറിയ 2 ശാഖകളേ ഉള്ളൂ, ഒന്നിലധികം ശാഖകൾ, ധാരാളം ശാഖകൾ ഈ ബ്രോങ്കസിൽ നിന്നും ധാരാളം ശാഖകൾ ഉണ്ട്. ധാരാളം ശാഖകളുള്ള ഇതിൻ്റെ പേരാണ് ബ്രോങ്കിയോൾ. മലയാളത്തിൽ വിളിക്കുന്ന പേര് ശ്വസനിക. ഒന്ന് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ്, ശ്വസനി, ശ്വസനിക പേര് വളരെയധികം സാദൃശ്യമുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഘടന, സ്ട്രക്ചർ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു ബ്രോങ്കസിലും ട്രക്കിയയിലും സി ഷേപ്പ്ഡ് കാർട്ടിലേജ് ഉണ്ട്. പക്ഷേ ഈ ബ്രോങ്കിയോളിൽ, ഈ ശ്വസനികയിൽ എന്തില്ല? സി ഷേപ്പ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജസ് ഇല്ല. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇനി ഈ ബ്രോങ്കിയോൾ, ഇത് വീണ്ടും അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ, നിങ്ങൾക്കിപ്പോൾ ചിത്രത്തിൽ കാണാം, ചെറിയ ചെറിയ മുന്തിരിക്കൊലകൾ പോലെ കാണുന്ന വായു അറ, ആൽവിയോളൈ. ഈ ആൽവിയോളയുടെ എണ്ണം എന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അധികമായിട്ടുള്ളൊരെണ്ണമാണ്. ഞാനിപ്പോൾ സ്ക്രീനിൽ ഒരു നമ്പർ എഴുതുന്നുണ്ട്, 300, അതിനുശേഷം ഒരു 6 0. 300 മില്യൺ എന്ന ഈ സംഖ്യ. ഇത്രയും സംഖ്യകളായിട്ടുള്ള ആൽവിയോളയാണ് നമ്മുടെ ലങ്സിൽ ഉള്ളത്. അപ്പോൾ എവിടെയാണ് ഈ ആൽവിയോളെ കാണുന്നത്? ബ്രോങ്കിയോളിൻ്റെ, ശ്വസനികയുടെ അവസാന ഭാഗത്താണ്. അടുത്ത ഭാഗം, ഇത് തുടർച്ചയായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. 2 ഭാഗങ്ങൾ കൂടെ ഈ ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട്, റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ടുണ്ട്. ലങ്സ്, ഈ കാണുന്ന ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേര് തൊറാസിക് ക്യാവിറ്റി, ഔരസാശയം. ഔരസാശയം അല്ലെങ്കിൽ തൊറാസിക് ക്യാവിറ്റി. താഴെ കാണുന്ന ഈ ഭാഗത്തിൻ്റെ പേരാണ് അബ്ഡോമിനൽ ക്യാവിറ്റി, ഉദരാശയം. അപ്പോൾ ഈ 2 ഭാഗങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന, 2ആയിട്ട് തിരിക്കുന്ന ഭാഗമാണ് ഈ ഡയഫ്രം. അപ്പോൾ ഡയഫ്രത്തിന് മുകളിലാണ് ഔരസാശയം, അതിന് താഴെയാണ് അബ്ഡോമിനൽ ക്യാവിറ്റി, ഉദരാശയം, ഔരസാശയം. അപ്പോൾ ഇത്തരത്തിൽ 2 സെപ്പറേഷൻ ഉണ്ട്. ഈ ഡയഫ്രമാണ് ഈ ശ്വസന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുള്ളത്. ഇനി ഒരു ഭാഗം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ഈ ലങ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയും റിലാക്സ് ചെയ്യും, കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, അതിങ്ങനെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുക. സങ്കോചവും വികാസവും ഇങ്ങനെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുക, തുടർച്ചയായി നടക്കുകയാണ്. അപ്പോൾ ഈ റിബ്സ് ഉണ്ടല്ലോ, വാരിയിൽ, ഇതുമായി ഇങ്ങനെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവില്ലേ, ഒരു ഘർഷണമുണ്ടാവില്ലേ? അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു സ്ട്രക്ചറാണ്. അതിന് നമുക്ക് പ്രത്യേകമായിട്ട് ആ ഭാഗത്തെപ്പറ്റി നമുക്ക് അഭിനന്ദിച്ചാലും മതിയാവില്ല. പ്ലൂറ. ഈ പ്ലൂറ നോക്കിയാൽ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, 2 ലെയറാണ്, ഡബിൾ ലെയേർഡ് മെമ്പറൈനാണ്. ഡബിൾ ലെയേർഡ് മെമ്പറൈൻ. അതിൻ്റെ ഇടയിലായി ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേര് പ്ലൂറൽ ഫ്ലൂയിഡ്, പ്ലൂറ ദ്രവം. ഈ ദ്രവം ഈ 2
ലെയറുകൾക്കിടയിൽ, 2 ആവരണങ്ങൾക്കിടയിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഈ ശ്വാസകോശം വികസിച്ചാലും അതുപോലെ സങ്കോചിച്ചാലും എന്തുണ്ടാവില്ല? കർഷണമുണ്ടാവില്ല. ശ്വസന വ്യവസ്ഥയുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലൂറ. എന്താണ് ഈ പ്ലൂറ? നമുക്കറിയാം, ഈ ശ്വാസകോശം നിരന്തരമായി അത് വികസിക്കുകയും അത് ചുരുങ്ങുകയും ഇതിങ്ങനെ അനുസ്യൂതം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. അപ്പോൾ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരന്തരം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഈ ശ്വാസകോശം ലങ്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ റിബ്സ്, വാരിയെല്ലുകൾക്കുള്ളിലാണ്. അതുകൊണ്ട് എന്താ അവിടെ ഒരു പ്രശ്നം? ഒരു ഘർഷണത്തിനൊരു സാധ്യത, ഒരു ഉരയലിൻ്റെ ഒരു സാധ്യതയുണ്ട്. ലങ്സും റിബ്സും തമ്മിലൊരു ഉരയലിൻ്റെ, ഒരു ഫ്രിക്ഷൻ്റെ ഒരു സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുവാനായിട്ടുള്ള വളരെ മികച്ച ഒരു സംവിധാനമാണ് ഈ പ്ലൂറയിൽ കാണുന്നത്. നമുക്ക് ചിത്രത്തിലേക്ക് നോക്കിയാൽ കാണാം, അവിടെ 2 മെമ്പറൈൻ അവിടെ കാണാം. ആ 2 മെമ്പറൈനുകളുടെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഫ്ലൂയിഡ് ഇടയിലുള്ളത് കൊണ്ട് ഈ ശ്വാസകോശ ലങ്സ് വലുതാകുമ്പോൾ അത് റിബ്സുമായിട്ട് ഉരയുന്നില്ല. ആ ഒരു ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ പ്ലൂറ ഹെൽപ്സ് ടു അവോയ്ഡ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലങ്സ് ആൻഡ് റിബ്സ്. ഇത്രയും ഭാഗങ്ങളാണ് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങളുടെ ഒരു വർക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ടേബിൾ ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് എന്ന് കരുതുന്നു. ആ പൂർത്തിയായിട്ടുള്ള ടേബിള് ഞാനിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എഴുതിയിരിക്കുന്ന ടേബിളും ഇതും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. അവസാന ഭാഗത്തിലേക്ക് നമുക്ക് കടക്കുകയാണ്. ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ശ്വസന വ്യവസ്ഥയുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കാണാം. പാഠപുസ്തകത്തിലെ 49-ാമത്തെ പേജ് നമ്പർ 49 ഏറ്റവും മുകളിലായി നൽകിയിട്ടുണ്ട് ഒരു ഫ്ലോ ചാർട്ട്. ഇപ്പോൾ ഈ കണ്ട വിശദീകരണങ്ങളിലൂടെ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ആ തന്നിരിക്കുന്ന ഹോംവർക്ക് എല്ലാവരും കൃത്യമായി അധ്യാപകർക്ക് വിലയിരുത്തലിനായി നൽകുക. ഈ ഒരു സെഷനോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഈ ശ്വസന വ്യവസ്ഥ എന്നതൊരു അനുസ്യൂതമായൊരു പ്രക്രിയയാണ്. ഇതിൻ്റെ ആ ഭാഗങ്ങളിലൂടെ നിങ്ങൾ നിരന്തരം വായനയിലൂടെ കടന്നു പോവുക. നമുക്ക് അടുത്ത ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.